20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ജീവിച്ചിരുന്ന 23-കാരി കുറിയെടുത്ത് താത്രിയും ഇപ്പോൾ ഫ്രാൻസിൽ ജീവിക്കുന്ന ജിസേൽ പെലിക്കോ എന്ന 72-കാരിയും തമ്മിൽ എന്താണ് ബന്ധം? ജീവിച്ചിരിക്കുന്ന കാലഘട്ടവും ദേശവും ഭാഷയും ഭൂഖണ്ഡവും വേറെ. എന്നിട്ടും താത്രിയും ജിസേലും പുതിയൊരു വിപ്ലവം രചിച്ചു. 1905 ജൂലൈ 15 സ്മാർത്ത വിചാരത്തിലൂടെ സമൂഹത്തിന്റെ നാനാതുറകളിൽ ആരാധിച്ചിരുന്ന 64 വിഗ്രഹങ്ങളെ സാംസ്കാരിക കേരളത്തിന്റെ മാറിൽ എറിഞ്ഞുടച്ചു കുറിയെടുത്ത് താത്രി. നൂറ്റാണ്ടിനിപ്പുറം മറ്റൊരു പെണ്ണിന്റെ ആത്മവിലാപത്തിൽ നിന്നുയർന്ന കലാപത്തിന് സാക്ഷിയായിരിക്കുകയാണ് ലോകം. ജിസേൽ പെലിക്കോ. ഫ്രാൻസ് കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ കേസാണ് ജിസേൽ പെലിക്കോയുടേത്. അസാധാരണവും അതിക്രൂരവുമെന്ന് ആ കേസിനെ കുറിച്ച് പറയാം. ഒരുപക്ഷേ ഇനി ഒരിക്കലും അത്തരത്തിലൊരു കേസ് ആവർത്തിക്കരുതേ എന്നാണ് ഫ്രാൻസിലെ മസാൻ എന്ന ഗ്രാമവാസികളുടെ പ്രാർത്ഥന. ഭാര്യയ്ക്ക് മയക്കുമരുന്ന് നൽകി മയക്കി അന്യപുരുഷന്മാരെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യിപ്പിച്ച ഭർത്താവ്. 10 വർഷത്തിനകം അങ്ങനെ വന്നുപോയത് 80-ലേറെ പേർ. ഫയർ ഫൈറ്റർ, പത്രപ്രവർത്തകർ, ട്രക്ക് ഡ്രൈവർമാർ, ജയിലധികാരി, നഴ്സ്, മുനിസിപ്പൽ കൗൺസിലർമാർ വരെ എല്ലാവരും പരസ്പരം ദിവസവും കാണുന്നവർ, എല്ലാവരും വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നവർ, ചിലർ മാത്രം അടുത്ത ഗ്രാമത്തിൽ നിന്നുള്ളവർ. ജിസേലിനെ ഓരോ തവണ കാഴ്ചവെച്ചതും തൻ്റെ ക്യാമറയിലാക്കി സ്വന്തം ലാപ്ടോപ്പിൽ സൂക്ഷിച്ചു ആ ഭർത്താവ്. കഥകളിയിലും സംഗീതത്തിലും പാണ്ഡിത്യമുള്ള താത്രിയെ ചെറുപ്രായത്തിൽ തൃശൂർ ജില്ലയിലെ ചെമ്മന്തട്ട കുറിയെടുത്തിലെത്തി രാമൻ നമ്പൂതിരിക്ക് വേലി കഴിച്ചു നൽകി. അന്ന് വരനു പ്രായം 60 വയസ്സ്. പിന്നീട് അദ്ദേഹം തന്നെ ചാരിത്രദോഷം ആരോപിച്ചതോടെ കൊച്ചി രാജാവിന്റെ അനുമതിയിൽ സ്മാർത്ത വിചാരം. 3 7 മാസം നീണ്ട വിചാരണ. തന്നെ ചൂഷണം ചെയ്ത ഓരോ പേരും അവൾ വിളിച്ചു പറഞ്ഞു. തെളിവുകൾ ഹാജരാക്കി. കുറ്റക്കാർ 64 പേർ. ഇന്ന് ജിസേലിന്റെ രൂപത്തിൽ കുറിയെടുത്ത് താത്രി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. 50 വർഷമായി ഞാൻ സ്വരുക്കൂട്ടിയതെല്ലാമാണ് തകർന്നത്. നിന്റെ പിതാവെന്നെ ബലാത്സംഗം ചെയ്തെന്നും ബലാത്സംഗം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചെന്നുമുള്ള കഥ ഞാൻ മകളോട് പറഞ്ഞു. നിലവിളിക്കുന്നത് പോലെ ഒരു ശബ്ദമാണ് അവളിൽ നിന്നുണ്ടായത്. അതിപ്പോഴും എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിനെത്തുന്നവരോട് ഡൊമിനിക് ചില നിബന്ധനകൾ വെച്ചു. ഉറക്കെ സംസാരിക്കരുത്, വീട്ടിലെ അടുക്കളയിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റണം, പെർഫ്യൂം ഉപയോഗിക്കരുത്, പുകവലിക്കരുത്, കൈകൾ ചൂടുവെള്ളത്തിൽ കഴുകണം. ഓൺലൈനിലൂടെയായിരുന്നു അയാൾ ഇടപാടുകൾ നടത്തിയിരുന്നത്. ഉറക്ക ഗുളികകളും ഉത്കണ്ഠ അകറ്റുവാനുള്ള മരുന്നുകളും നൽകി ഭാര്യയെ മയക്കിക്കിടത്തിയ ശേഷമാണ് ആളുകളെ ഡൊമിനിക് വീട്ടിലേക്ക് ക്ഷണിച്ചത്. ജിസേലിന് ഓർമ്മക്കുറവും ഗൈനക് ലൈംഗിക രോഗങ്ങളും അടക്കം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടും ഭർത്താവ് ഈ ക്രൂരത നിർത്തിയില്ല. എല്ലാം അറിയുന്നത് 4 വർഷം മുമ്പാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒളിക്യാമറ വെച്ച് സ്ത്രീകൾ വസ്ത്രം മാറുന്ന ചിത്രങ്ങൾ പകർത്തിയതിന്റെ പേരിൽ ഡൊമിനിക് അറസ്റ്റിലായപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഡൊമിനിക്കിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോഴാണ് അശ്ലീല വീഡിയോകളുടെ കളക്ഷൻ പോലീസ് കണ്ടെടുത്തത്. ഒമ്പതാമത്തെ വയസ്സിൽ പാട്ട് പഠിക്കാനായി താത്രിക്കുട്ടി ബന്ധുഗ്രഹമായ ചെമ്മന്തിട്ട കുറിയെടുത്ത് മനയിൽ ആദ്യമായി എത്തി. അവിടെ ഇല്ലത്തെ കുളപ്പുരിയിൽ വെച്ച് പിന്നീട് ഭർത്താവായ ആളുടെ ജ്യേഷ്ഠൻ 12 ദിവസം തുടർച്ചയായി തന്നെ പീഡിപ്പിച്ചതായി താത്രിയുടെ മൊഴിയിലുണ്ട്. പിന്നീട് പല ബന്ധുക്കളും മുതലെടുത്തു. താത്രി നിരന്തരം പീഡനത്തിനിരയായി. ഋതുവാകുന്നതിന് മുമ്പ് തന്നെ 26 പേർ. വിചാരണ വേളയിൽ താത്രി കുറ്റങ്ങൾ വിസമ്മതിച്ചില്ല. ഒടുവിൽ ഭ്രഷ്ടുകൽപ്പന. 30 നമ്പൂതിരിമാർ, 10 അയ്യർ, 13 അമ്പലവാസികൾ, 11 നായന്മാർ എന്നിങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ താത്രിക്കൊപ്പം ഭ്രഷ്ടരായി. അന്ന് കുറിയെടുത്ത് താത്രി സ്മാർത്ത വിചാരണയിൽ. ഇന്ന് ജിസേൽ നീതി തേടി കോടതിയിൽ. ഭർത്താവ് ഡൊമിനിക് ഉൾപ്പെടെ പ്രതികളെല്ലാം അറസ്റ്റിലായി. ജിസേലിന്റെ മകളേക്കാൾ പ്രായം കുറവുള്ള 26-കാരൻ മുതൽ 74 വയസ്സ് വരെയുള്ളവർ ആ പ്രതിപട്ടികയിൽ. ഒരു കീറിയ പാവയായോ മാലിന്യമിടുന്ന ബാഗായോ ആണ് ഡൊമിനിക് എന്നെ ഇതുവരെ കരുതിയത്. ഡൊമിനിക്കിന്റെ ഫോണിൽ ഉണ്ടായിരുന്നത് 300 അശ്ലീല ഫോട്ടോകൾ. പെലിക്കോ കുടുംബത്തിന്റെ മസാനിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അബ്യൂസ് എന്ന ഫോൾഡറിലായി
ഫോണുകളിലും ഹാർഡ് ഡിസ്കുകളിലുമായി ഡൊമിനിക് സൂക്ഷിച്ചിരുന്നത് 20,000 അശ്ലീല വീഡിയോകളും ഫോട്ടോകളും. അത് ഡൊമിനിക്കിന്റെ ഭാര്യ ജിസേലിൻ്റെതാണെന്ന് അറിഞ്ഞപ്പോൾ പോലീസ് ഞെട്ടി. ജിസേലിനെ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചു. ആദ്യം അവരത് വിശ്വസിച്ചില്ല. ഭർത്താവ് മാന്യനാണെന്നും ഇങ്ങനെ ചെയ്യില്ലെന്നും അവർ പറഞ്ഞു. ഒടുവിൽ പോലീസ് വീഡിയോ കാണിച്ചു കൊടുത്തു. ഇത്രയും കാലം ഭർത്താവ് അതിക്രമങ്ങൾക്ക് തന്നെ ഇരയാക്കുകയായിരുന്നുവെന്നറിഞ്ഞപ്പോൾ അവർ തകർന്നുപോയി. തുടർന്ന് ജിസേൽ വിവാഹമോചനവും നേടി. ഡൊമിനിക് കുറ്റം സമ്മതിച്ചു. പരസ്യ വിചാരണ വേണമെന്നാണ് 72-കാരിയായ ജിസേൽ ആവശ്യപ്പെട്ടത്. വീഡിയോകൾ താനും കോടതിയിൽ വെച്ച് കാണുമെന്നും അറിയിച്ചു. പക്ഷേ അത് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടിയ കോടതി പരസ്യമായി വീഡിയോകൾ കാണിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഞാനീ പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ്. മരുന്നു തന്ന് മയക്കി എന്നോട് ചെയ്തതെന്തെന്ന് വിളിച്ചു പറയാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. പല സ്ത്രീകൾക്കും ഇതെല്ലാം വിളിച്ചു പറയാനുള്ള തെളിവുകളില്ല. എന്നാൽ ഞാൻ കടന്നു പോന്നതിനെല്ലാം എൻ്റെ കൈവശം തെളിവുകളുണ്ട്. മാർത്ത വിചാരണ വേളയിലും താത്രി അപമാനിക്കപ്പെടുകയായിരുന്നു. പലതരം മുനയും മൂർച്ചയുമുള്ളതും സഭ്യതയുടെ സീമ ലംഘിക്കുന്നതുമായിരുന്നു മാർത്തന്റെ ചോദ്യം. പക്ഷേ അതിനേക്കാൾ മൂർച്ചയിലും പച്ചയിലും താത്രി മറുപടി കൊടുത്തു. ഓരോ സംയോഗത്തിന്റെയും വിശദാംശങ്ങൾ ധൈര്യപൂർവ്വം വിസ്തരിച്ചു. തല ഉയർത്തി നിന്ന് 64 പേരുടെ പേരും പറഞ്ഞു. ഇനി 65-ാമന്റെ ഊഴമാണ്. ഒരു മോതിരം ഉയർത്തിപ്പിടിച്ച് താത്രി ചോദിച്ചുവത്രേ, ഈ പേര് കൂടി പറയേണ്ടതുണ്ടോ? വിചാരണയും വിധി പ്രസ്താവനയും രാജാവ് അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന് ചരിത്രം. ഫ്രാൻസിൽ ഇത്തരം കേസുകളിൽ കോടതി വ്യവഹാരങ്ങൾ സ്വകാര്യമായി നടത്തുവാനുള്ള അവകാശമുണ്ടെങ്കിലും പരസ്യ വിചാരണ നടത്താനായിരുന്നു ജിസേലിന് ആഗ്രഹം. മുഖം മറയ്ക്കാതെയാണ് 2 മാസമായി ജിസേൽ കോടതിയിലെത്തുന്നത്. വികാരവിക്ഷോഭമില്ലാതെ ആത്മാഭിമാനത്തോടെ ജിസേൽ കോടതിയിലേക്കെത്തി. കൈയടിച്ച് കോടതിയിലുണ്ടായിരുന്നവർ സ്വീകരിച്ചു. ഒരു ചെറുപ്പക്കാരൻ പൂച്ചെണ്ട് സമ്മാനിച്ചു. കേസ് നടക്കുമ്പോൾ 100 കണക്കിന് ആളുകൾ ജിസേലിന് പിന്തുണയുമായി നഗരത്തിലെത്തി. ജിസേലിന്റെ മനക്കരുത്തിനെ പുകഴ്ത്തി ജനങ്ങളും മാധ്യമങ്ങളും. ദിവസവും കാണുന്നവരിൽ പലരും തന്നെ ചൂഷണം ചെയ്തിരുന്നു എന്ന് തിരിച്ചറിയേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ നിസ്സഹായാവസ്ഥ എത്രത്തോളമെന്ന് ചിന്തിക്കാൻ പോലുമാകില്ല. എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജിസേൽ പോരാടാനായി ഇറങ്ങിത്തിരിച്ചു. വിചാരണ നേരിട്ട പുരുഷന്മാരിൽ മഹാഭൂരിപക്ഷവും ഡൊമിനിക് പെലിക്കോയുടെ വിനോദത്തിൽ പങ്കുചേർന്നതല്ലാതെ തങ്ങൾ ബലാത്സംഗം ചെയ്തില്ലെന്ന് വാദിച്ചു. നിങ്ങളുടേത് ഭീരുത്വമാണെന്ന് ജിസേൽ പെലിക്കോ തിരിച്ചടിച്ചു. നിങ്ങൾ മുറിയിലേക്ക് കടന്നപ്പോൾ കിടക്കയിൽ ചലനമറ്റൊരു ശരീരം കണ്ട മാത്രയിൽ പോലീസിൽ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ട്? അവർ ചോദിച്ചു. ജിസേലിന് 19 ഡൊമിനിക്കിന് 21 വയസ്സുള്ളപ്പോഴായിരുന്നു ഇവരുടെ വിവാഹം. 3 മക്കളും 7 പേരക്കുട്ടികളും അടങ്ങുന്ന കുടുംബം. സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും തന്റെ ജീവിതത്തിലെ പ്രണയമെന്നാണ് ഡൊമിനിക്കിനെ ജിസേൽ കരുതിയത്. ഒരു സ്ത്രീ നേരിടുന്ന ലൈംഗിക അതിക്രമത്തോടുള്ള സമൂഹത്തിന്റെ ആണത്വബോധത്തിനുള്ള പ്രഹരമായി അന്താരാഷ്ട്ര ഫെമിനിസ്റ്റ് ബിംബമാണ് ജിസേൽ പെലിക്കോ. അച്ഛനും സഹോദരനും ഭർത്താവിനും ഗുരുവിനും എന്നല്ല, സ്ത്രീയായാൽ ഈശ്വരന് പോലും ഇരയായി തീരണമെന്ന ക്രൂര ദുരന്ത ബോധത്തിൽ നിന്നാണ് കുറിയെടുത്ത് താത്രിയുടെ പ്രതികാരയജ്ഞം ആരംഭിക്കുന്നത്. സാമുദായിക വ്യവസ്ഥയോടുള്ള പെണ്ണിന്റെ ആത്മവിലാപത്തിൽ നിന്നുള്ള കലാപമായിരുന്നു അത്. എന്നിട്ടും സ്മാർത്ത വിചാരത്തിന് ശേഷമുള്ള കുറിയെടുത്ത് താത്രിയുടെ ജീവിതം ആർക്കും അറിയില്ല. എവിടെയെന്നോ ആരെന്നോ അറിയപ്പെടാതെ ജീവിച്ചിരുന്നോ അതോ മരിച്ചോ എന്ന് പോലും അറിയാതെ അവർ വിസ്മൃതിയിലായി. ഗ്രാമത്തിലെ സ്ത്രീകളുടെ ജീവിതം ദുഷ്കരമാണെന്ന് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെയും നിത്യജീവിതത്തിൽ കാണുന്നവരെയും സംശയത്തോടെ നോക്കണം. പ്രതികളിൽ എല്ലാവരുടെയും കുടുംബം അവരെ ഉപേക്ഷിച്ചു പോയി. അപ്പോഴും ഇതെല്ലാം ആണുങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ എന്നാണ് കേസിൽ ഉൾപ്പെട്ട പല പുരുഷന്മാരുടെയും പങ്കാളികൾ പറഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികാതിക്രമം, ബലാത്സംഗം എന്നിവയെക്കുറിച്ച് ഫ്രഞ്ച് സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിന്റെയും അറിവില്ലായ്മ എത്രത്തോളം എന്നത് ഇവിടെ വെളിവാകുന്നു.
രാജ്യസിംഹാസനത്തെ വരെ പിടിച്ചുകുലുക്കിയ സ്മാർത്ത വിചാരം കഴിഞ്ഞിട്ട് 120 വർഷമാകുന്നു. കുറിയെടുത്ത താത്രയിൽ നിന്നും ഫ്രാൻസിലെ ജിസേലിലേക്ക് എത്തുമ്പോഴും സ്ത്രീ ജീവിതം ഒന്നു തന്നെയാണ്. അവൾ ഈ കാലത്തിനും ചൂഷണത്തിനിരയാകുന്നു. പക്ഷേ താത്രയും ജിസേലും നിയമത്തിന്റെ വഴിയെ പോരാടാൻ ഉറച്ച നിമിഷം മുതൽ അവർ ലോകത്തിലെ എല്ലാ അതിജീവിതകളുടെയും പ്രതീകമായി മാറി. തന്നോട് കാണിച്ച ക്രൂരത ലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ച് താനല്ല അതിക്രമം കാണിച്ചവരാണ് ലജ്ജിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിസ്സഹായരായ പല സ്ത്രീ ജീവിതങ്ങളെയും ഇന്നും കാണുമ്പോൾ ഒന്ന് മാത്രമാണ് പ്രാർത്ഥന. കുറിയെടുത്ത താത്രയും ഫ്രാൻസിലെ ജിസേലും നേരിട്ട അതിക്രമങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. പാപസ്മൃതികളുടെ അക്കൽദാമ ഭൂമികൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ.